മണ്ണറിഞ്ഞ് വളം ചെയ്യണമെന്ന് ഒരു ചൊല്ലുണ്ടല്ലോ. ആധുനിക കൃഷിശാസ്ത്രവും പറയുന്നത് അതുതന്നെയാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഓരോ കൃഷി സ്ഥലത്തു നിന്നും മണ്ണെടുത്ത് അത് പരിശോധിച്ച് നിങ്ങൾക്ക് ഒരു മണ്ണ് പരിശോധനാ കാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ട്. മണ്ണ് പരിശോധനാ കാർഡ് എങ്ങനെ നമ്മുടെ കൃഷിയിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത്. ഏതൊരു വിളയുടെയും ശരിയായ വളർച്ചയ്ക്കും ഉൽപ്പാദന വർധനവിനും ശാസ്ത്രീയ രീതിയിലുള്ള വളപ്രയോഗം അത്യാവശ്യമാണ്. എന്നാൽ നമ്മൾ ഇന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളൊരു ഊഹം വെച്ചോ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു രാസവളക്കടയിൽ പോയി അന്വേഷിച്ചോ അല്ലെങ്കിൽ അയൽക്കാരൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിക്കൊണ്ട് നമ്മൾ വളം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ചെടികൾക്ക് ആവശ്യമായ വളം നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിളവ് കുറയുകയും നമുക്ക് ധനനഷ്ടവും വിളനഷ്ടവും സംഭവിക്കുകയും ചെയ്യുന്നു. ഏതൊരു ചെടിയുടെയും വളർച്ചയ്ക്ക് 17ഓളം പോഷകമൂലകങ്ങൾ ആവശ്യമാണ്. അതിൽ ചിലതെല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാകുന്നതാണ്. പക്ഷേ ചില വളങ്ങൾ ചില മൂലകങ്ങൾ നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവയാണ് പ്രാഥമിക മൂലകങ്ങൾ. കാരണം ഇവ ധാരാളം ചെടികൾക്ക് ആവശ്യമുണ്ട്. അതിൽ ആദ്യത്തെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ നമ്മൾ പ്രത്യേകം ചെടികൾക്ക് കൊടുക്കേണ്ടതില്ല. അത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവയാണ് നമ്മൾ ചെടികൾക്ക് കൃത്രിമമായി നൽകേണ്ടത്. കൂടാതെ ദ്വിതീയ മൂലകങ്ങളായ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവയും വളരെ അത്യാവശ്യമാണ്. വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ളതും എന്നാൽ ചെടികളുടെ വളർച്ചയ്ക്കും ഉൽപ്പാദന ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വളരെ അത്യാവശ്യമായതാണ് സൂക്ഷ്മമൂലകങ്ങൾ. മാംഗനീസ്, കോപ്പർ, ബോറോൺ പോലുള്ള സൂക്ഷ്മമൂലകങ്ങളും ചെടികൾക്ക് വളരെ അത്യാവശ്യമാണ്. ഈ മൂലകങ്ങളെല്ലാം മണ്ണിൽ വിവിധ അളവിൽ അടങ്ങിയിട്ടുണ്ട്. ചിലത് കൂടുതലുണ്ടാവാം, ചിലത് കുറവായിരിക്കും. അപ്പോൾ കുറവുള്ള മൂലകങ്ങൾ നമ്മൾ വിവിധ വളപ്രയോഗങ്ങളിലൂടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ജൈവവളം ചെയ്യാം, അല്ലെങ്കിൽ രാസവളം ചെയ്യാം. ജൈവവളങ്ങൾ ചെയ്യുമ്പോൾ അതിലെ ജൈവവളങ്ങളിൽ മൂലകങ്ങളുടെ അളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഒരുപാട് കൂടിയ അളവിൽ നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. പക്ഷേ രാസവളങ്ങളിൽ ഉയർന്ന നിരക്കിൽ ഈ മൂലകങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നിങ്ങളുടെ കൃഷി സ്ഥലത്ത് നിന്നും മണ്ണെടുത്ത് അത് IRTCയുടെ ലാബിൽ കൊണ്ടുവന്ന് വിവിധ ഘടകങ്ങൾ 12 പാരാമീറ്റേഴ്സാണ് നമ്മൾ പരിശോധിക്കുന്നത്. 1 മണ്ണിലെ അമ്ലത, 2 മണ്ണിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ലവണങ്ങളുടെ അളവ്, 3 നൈട്രജൻ, അതായത് ഓർഗാനിക് കാർബൺ എന്ന ഒരു ഓർഗാനിക് കാർബണാണ് നമ്മളതിൽ പരിശോധിക്കുന്നത്, 2 ഫോസ്ഫറസ്, 3 പൊട്ടാഷ്. ഇത് കൂടാതെ നമ്മൾ സൂക്ഷ്മമൂലകങ്ങളായ മഗ്നീഷ്യം, സൾഫർ, അയൺ, സിങ്ക്, കോപ്പർ, ബോറോൺ, മാംഗനീസ് എന്നീ മൂലകങ്ങളുടെ അളവും മണ്ണിൽ പരിശോധിക്കുന്നു. അങ്ങനെ ആ പരിശോധന ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യുന്നത്. ഇനി നമുക്ക് സോയിൽ ഹെൽത്ത് കാർഡ് പരിചയപ്പെടാം. സോയിൽ ഹെൽത്ത് കാർഡിൻ്റെ ആദ്യ പേജിൽ നിങ്ങളുടെ വിശദ വിവരങ്ങളും നിങ്ങളുടെ കൃഷി സ്ഥലത്തിൻ്റെ വിശദ വിവരങ്ങളും ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്ത് 12ഓളം ഘടകങ്ങളുടെ അളവുകൾ, പരിശോധന റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള അളവുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഒന്നാമതായി മണ്ണിലെ അമ്ലത, pH സോയിൽ ഹെൽത്ത് കാർഡാണ്. അതിലെ pH രേഖപ്പെടുത്തിയിട്ടുള്ളത് 6.1 എന്നാണ്. അതുപോലെ 12 ഘടകങ്ങളും അതിൻ്റെ അളവുകൾ ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനോട് തൊട്ട് തന്നെ പച്ച, ചുവപ്പ്, മഞ്ഞ എന്ന രീതിയിൽ ചില അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അത് ചുവപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂലകം കുറവാണ് എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. മഞ്ഞ എന്ന് പറയുന്നത് മധ്യമത്തിൽ അളവ് ഉണ്ട് എന്നും, പച്ച എന്ന് പറഞ്ഞാൽ ധാരാളം ഈ മൂലകം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുമാണ് സൂചിപ്പിക്കുന്നത്. ഏതൊരു മണ്ണിനെയും 0 മുതൽ 9 വരെയുള്ള വിവിധ ക്ലാസ്സുകളാക്കിയിട്ടാണ് തിരിക്കുന്നത്. മണ്ണിൽ അടങ്ങിയിട്ടുള്ള ഈ പറയപ്പെട്ട ഘടകങ്ങളുടെ അളവിനനുസൃതമായി, അതായത് 0 മുതൽ 3 വരെയുള്ള ക്ലാസ്സിൽ ഉൾപ്പെട്ട മണ്ണാണെങ്കിൽ
അത് കുറവ് എന്നും 4, 5, 6 ആണെങ്കിൽ അത് മധ്യമമെന്നും 7, 8, 9 എന്നാണെങ്കിൽ അത് ആ ഘടകം കൂടുതലുണ്ട് എന്നുള്ള ക്ലാസ്സിലുമാണ് ഉൾപ്പെടുന്നത്. അത് ആ കളർ ചാർട്ട്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച കളർ ചാർട്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അത് മനസ്സിലാക്കാവുന്നതാണ്. കാർഡിൻ്റെ വലതുഭാഗത്തായി സൂക്ഷ്മ മൂലകങ്ങളുടെ അളവുകൾ നൽകിയിട്ടുണ്ട്. അവൈലബിൾ സൾഫർ മാത്രമാണ് കുറവുള്ളത്, അതുകൊണ്ട് തന്നെ അത് ചുവന്ന അടയാളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും ആവശ്യത്തിന് മണ്ണിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് പച്ച നിറത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകമായി ഒരു സൂക്ഷ്മ മൂലകങ്ങളും നിങ്ങൾ മണ്ണിൽ കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഈ കാർഡിൽ pH 6.1, അത് 5 എന്ന ക്ലാസ്സിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മധ്യമം, അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട് മഞ്ഞ നിറത്തിലാണ് അത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചുണ്ണാമ്പിൻ്റെ അളവ് അതിനനുസരിച്ച് കുറച്ച് നൽകിയാൽ മതിയാവും. ഇനി ഫോസ്ഫറസിൻ്റെ കാര്യം പറയാം, ഭാവകത്തിൻ്റെ കാര്യം. ഇതിൽ 53 കിലോ പെർ ഹെക്ടർ എന്നാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതലായി മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്. പച്ച എന്ന ഒരു നിറത്തിൽ ഇത് കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫോസ്ഫറസിൻ്റെ അളവ് നമ്മുടെ വിളകൾക്ക് കുറച്ച് കൊടുത്താൽ മതിയാവും. ഇനി കാടിൻ്റെ രണ്ടാം ഭാഗത്തെ താഴ്ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെ ഈ മണ്ണ് പരിശോധനാ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വിളകൾക്ക് ഏതെല്ലാം മൂലകങ്ങൾ നൽകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ ശുപാർശ നൽകിയിട്ടുണ്ട്. ഈ കാർഡിൽ തെങ്ങിന് നൈട്രജൻ പാക്യജനകം 390 ഗ്രാം, ഫോസ്ഫറസ് 80 ഗ്രാം, പൊട്ടാഷ് 852 ഗ്രാം എന്നീ രീതിയിലാണ് ശുപാർശ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കമുകിന് 78 ഗ്രാം നൈട്രജൻ, 10 ഗ്രാം ഫോസ്ഫറസ്, 99 ഗ്രാം പൊട്ടാഷ് എന്നീ മൂലകങ്ങൾ പ്രതിവർഷം നൽകണം എന്നുള്ള ശുപാർശയാണ് നൽകിയിട്ടുള്ളത്. ഈ കാർഡിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ എത്ര വീതം ഓരോ മൂലകങ്ങൾക്ക് വേണ്ടി എത്ര വീതം നേർവളങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. 1 ഗ്രാം നൈട്രജൻ ലഭിക്കുന്നതിന് വേണ്ടി 2.2 ഗ്രാം യൂറിയ ഉപയോഗിക്കണം. യൂറിയയിൽ 46% നൈട്രജൻ ഉള്ളത്, അതുകൊണ്ട് 2.2 ഗ്രാം യൂറിയ 1 ഗ്രാം നൈട്രജൻ ലഭിക്കുന്നതിന് ഉപയോഗിക്കുക. 1 ഗ്രാം ഫോസ്ഫറസ് ലഭിക്കുന്നതിന് 5 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ് ഉപയോഗിക്കുക. 1 ഗ്രാം പൊട്ടാഷ് ലഭിക്കുന്നതിന് വേണ്ടി 1.7 ഗ്രാം പൊട്ടാഷ് ഉപയോഗിക്കാം. കഴിയുന്നത്ര വളപ്രയോഗത്തിൽ നമ്മൾ നേർവളങ്ങൾ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നൈട്രജൻ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് യൂറിയ ഉപയോഗിക്കാം. ഫോസ്ഫറസ് ലഭിക്കുന്നതിന് വേണ്ടി റോക്ക് ഫോസ്ഫേറ്റ് ഉപയോഗിക്കാം. പൊട്ടാഷ്യം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന രാസവളം ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ നേർവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളത്തിലുള്ള ചെലവ് നമുക്ക് കുറക്കാൻ കഴിയും. നേരെ മറിച്ച് ഫാക്ടം ഫോസ് പോലുള്ള കോംപ്ലക്സ് വളങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക്, കാരണം അതിൻ്റെ വളത്തിൻ്റെ വില ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ ഈ മൂലകങ്ങൾ ലഭിക്കുന്നതിനുള്ള വില നമ്മൾ കൂടുതൽ തുക നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് വരും. ഈ മണ്ണ് പരിശോധന കാർഡിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുവിധം എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് പരിശോധന കാർഡ് നിങ്ങളുടെ അലമാരിയിൽ സൂക്ഷിച്ചു വെക്കേണ്ടതല്ല, നിങ്ങളുടെ കൃഷിയിൽ പ്രയോഗവൽക്കരിക്കേണ്ടതാണ്. അത് ഓരോ കൃഷി ചെയ്യുന്ന സമയത്തും ഈ കാർഡിനനുസരിച്ചുള്ള വളപ്രയോഗങ്ങൾ നടത്തുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാർഡ് നിങ്ങൾക്ക് 3 വർഷത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ്. 3 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ കൃഷി സ്ഥലത്തു നിന്നൊരു മണ്ണെടുത്ത് വീണ്ടും പരിശോധിപ്പിച്ച് ഒരു മണ്ണ് പരിശോധന ഫലം കൂടി നിങ്ങൾ വാങ്ങേണ്ടതാണ്.